നമസ്കാരം. നിലിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ വേദികളിൽ വളരെ അധികം ചർച്ച ചെയ്യുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് സിസ്റ്റർ ടീന ജോസിൻ്റേത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെ അവർ നടത്തിയ ഒരു വിവാദ പ്രസ്താവനയാണ് ഇത്തരം പരാമർശങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇത്തരം ചർച്ചകൾക്കും വിമർശനങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത്. സിസ്റ്റർ ടീന ജോസ് ആദ്യമായല്ല വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഇതിനു മുന്നേ തന്നെ പുരോഹിതർക്കും നിയമം പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയും കോടതി വ്യവഹാരത്തിലൂടെ വിധി സമ്പാദിക്കുകയും പിന്നീട് അഭിഭാഷകയായി അവർ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഒരു ലാൻഡ്മാർക്കായിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു. വളരെ നാഴികക്കല്ലായിട്ടുള്ളൊരു കേസാണ് അത്. മാത്രവുമല്ല, പൗരോഹിത്യത്തിലെ അധികാരഘടനയെ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങൾക്കും ശേഷം അവർ സഭ വിട്ടുപോകേണ്ടതായും വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ നിലവിൽ CMC സഭാംഗമല്ല എന്ന് ഈ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം CMC സഭാധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവർ തിരുവസ്ത്രം അണിഞ്ഞു തന്നെയാണ് ഇപ്പോഴും അവർ ജീവിക്കുന്നതും അവരുടെ സേവനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ. അതിനുശേഷം വീണ്ടും ബിഷപ്പ് മാർ ജോസഫ് കല്ലർഗാഡ് മുസ്ലിം സഹോദരങ്ങളെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് സംബോധന ചെയ്തപ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്ത ഒരാൾ കൂടിയാണ് സിസ്റ്റർ ടീന ജോസ്. പുരോഹിതന്മാരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മത മേലാളന്മാരായിട്ടിരിക്കുന്നവർ ഒരു കമ്മ്യൂണൽ വയലൻസിനെ വഴിമരുന്നിട്ട് കൊടുക്കുന്നത് ശരിയല്ല എന്നും അവിടെയൊക്കെ തന്നെ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള പരാമർശങ്ങളെ നടത്താവൂ എന്നൊക്കെ പറഞ്ഞ് അന്നും അവർ വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു. സിസ്റ്റർ ടീന ജോസ് ഇപ്പോൾ ശ്രീ പിണറായി വിജയന് എതിരെ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത്. ഒരു പോസ്റ്റിൻ്റെ ചുവട്ടിൽ അവരിട്ട കമൻറ്റ് വയലൻസ് പ്രചരിപ്പിക്കുന്ന ഹൈലി പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു കമൻറ്റ് തന്നെയാണ്. വയലൻസ് ഭീഷണിയും അക്രമവും പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കമൻറ്റ് തന്നെയാണ്. അതിനെതിരെ ഒരുപാട് ആളുകൾ പ്രതികരിക്കുകയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെൽ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. അവർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഭരണഘടന എല്ലാവർക്കും ഫ്രീഡം ഓഫ് സ്പീച്ച് ഓഫ് എക്സ്പ്രഷൻ എന്നുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എവിടെയാണ് അവസാനിക്കുന്നത്? അഭിപ്രായത്തോടൊപ്പം തന്നെ അതിനോട് ബന്ധപ്പെട്ട് ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെ പരിധി എന്താണ് എന്നൊക്കെ ചില ചർച്ചകളാണ് സിസ്റ്റർ ടീന ജോസിൻ്റെ ഈ വിവാദ പ്രസ്താവനയ്ക്ക് ശേഷം നടക്കുന്നത്. അത് വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു ചർച്ചയും കൂടിയാണ്. ഈ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ആ ഫ്രീഡം എൻഡ്സ് വേർ അതേഴ്സ് നോസ് ബിഗിൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തും പറയാനൊന്നും കഴിയില്ല, അതിനുള്ള അവകാശമില്ല. ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ അവകാശമില്ല. നിയമവിരുദ്ധ ഭീഷണി നടത്താനുള്ള അവകാശമില്ല. സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശമില്ല. അത് ചെയ്യുന്നത് കുറ്റകരമായ പ്രവൃത്തിയാണ്. അത് നിയമം അറിയുന്ന സിസ്റ്റർ ടീന ജോസിന് അറിയാഞ്ഞിട്ടല്ല, പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നിമിഷത്തിൻ്റെ ആവേശപ്പുറത്ത് നടത്തിയ പ്രകടനമായിട്ടാണ് തോന്നിയത്.
ഇത്രയും പക്വമതിയായ ഒരു അഭിഭാഷക കൂടിയായ ഒരു സന്യാസിനിയിൽ നിന്ന് വരേണ്ട വായിൽ നിന്ന് വരേണ്ട വാക്കുകളായി അല്ല അതൊന്നും. അപ്പോൾ സോഷ്യൽ മീഡിയ അഭിപ്രായ പ്രകടനത്തിനുള്ളൊരു വേദി മാത്രമായിട്ട് കണക്കാക്കാൻ പറ്റുക, അത് അതിനുവേണ്ടി മാത്രമായിട്ടുള്ള വേദിയല്ല, അത് സാമൂഹ്യ പ്രഭാവമുള്ള ഒരു വേദിയും കൂടിയാണ്. അപ്പോൾ പദവി ഉയരും തോറും വാക്കുകളുടെ വിലയും ഉയരും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നിയമം അറിയാവുന്ന സിസ്റ്റർ ടീന ജോസിനും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു അവകാശം മാത്രമല്ല, അത് മനുഷ്യത്വപരവും നിയമപരവുമായ ഉത്തരവാദിത്വം കൂടിയാണ് എന്നുള്ളത് സിസ്റ്റർ ടീന ജോസിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. എന്നിട്ടും അവിടെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു അറ്റൻഷൻ സീക്കറായി തരം താഴ്ന്നു എന്നാണ് മനസ്സിൽ എനിക്ക് മനസ്സിലായത്. കർഷമീ ബ്രഹ്മജ്ഞൻ തൻ സമദൃക് ജ്യോതിസിലും തട്ടിയോ തവ നിഴൽ പാണ്ഡിത്യക്കെടു ഗർവ് എന്ന വരികളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇത്രയേറെ സ്ട്രഗിൾ ചെയ്ത് സന്യാസിനിമാർക്കും അഭിഭാഷക വൃത്തിയാവാമെന്ന് വാദിച്ച് ആ അവകാശം നേടിയെടുത്ത ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങൾക്കും അവകാശമുണ്ട്, ഞങ്ങളും ഒന്നിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്ന് തെളിയിച്ച ഒരു സന്യാസിനി ഇങ്ങനെ ഇത്തരമൊരു വളരെ വില കുറഞ്ഞ പരാമർശം നടത്തി അറ്റൻഷൻ സീക്കറായി മാറി തരം താഴ്ന്നു എന്നുള്ളത് വളരെ ലജ്ജാകരമായ ഒരു വസ്തുതയായി മാറിപ്പോയി. സിസ്റ്റർ ടീന ജോസ് ഒരു എക്സംപ്ലറി ആയിട്ടുള്ള ഒരു ഫിഗറാണ് ആകേണ്ടിയിരുന്നത്. കാരണം അവർ പൗരോഹിത്യത്തിലുള്ള ഉള്ളിലുള്ള പവർ സ്ട്രക്ചറിനെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുകയും അതുവഴി പുറത്തു വരികയും ആ തിരുവസ്ത്രമിട്ട് ഇപ്പോഴും ജനങ്ങളെ സേവിക്കുകയും ചെയ്യുന്ന സിസ്റ്റർ ടീന ജോസ് ഇത്രയും തരം താഴേണ്ടിയിരുന്നില്ല. പിണറായി വിജയനോട് വിയോജിപ്പുണ്ടാവും, തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വിയോജിപ്പുണ്ട്. പക്ഷെ ബോംബെറിഞ്ഞ് ഒരു മുഖ്യമന്ത്രിയെ, നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ കൊല്ലണം എന്ന് പറയുമ്പോൾ സിസ്റ്റർ ടീന ജോസിനെ പോലെ ഉള്ള ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് അത് കേൾക്കുമ്പോൾ അതിൽ ആകൃഷ്ടരായി അതിൽ ഇൻസ്പയർഡായി പോകുന്ന ജനങ്ങളും ഉണ്ടാവും. അധികം വേണ്ടല്ലോ, 1-2 പേരോ മതിയല്ലോ ബോംബ് ഇടണമെന്ന് പറയാം. അപ്പം എന്നെ കേരളത്തിൽ പഠിപ്പിച്ചൊരു ഇംഗ്ലീഷ് മാസ്റ്റർ തമാശയ്ക്ക് പറയാറുണ്ട്, പാർലമെൻറ്റ് കൂടുമ്പോൾ അവിടെ പോയൊരു ബോംബിടണം, എന്നാൽ ഈ വക എല്ലാ ആഭാസന്മാരും ഒരുമിച്ച് അങ്ങോട്ട് പോകുമല്ലോ എന്ന്. അതൊരു സ്വകാര്യ ടോക്കാണ്. അന്ന് മൊബൈൽ ഫോൺസും ക്യാമറ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു പോയി. ഇന്നാണെങ്കിൽ അത് എത്രമാത്രം വിവാദമായേനെ. അന്ന് ഗുരുഭക്തി ഏറെയുള്ളൊരു കാലം കൂടിയായിരുന്നു. അതുകൊണ്ട് മാഷ് അത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഹ്യൂമർ എന്ന രീതിയിലൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞങ്ങളുടെ ബുദ്ധി കുറവ്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ലല്ലോ അതിനെ കാണുക. ഇന്നത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിവാദമായേനെ. അതുപോലെ തന്നെ സിസ്റ്റർ ടീന ജോസ് ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ക്ലാസ് റൂമിലല്ല ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ തൻ്റെ കക്ഷിയോടല്ല ഒരു സ്വകാര്യ സംഭാഷണത്തിലല്ല ഇത് പറഞ്ഞത്. ഇത് സാമൂഹിക പ്രഭാവമുള്ളൊരു വേദിയിൽ 4 ആൾ അറിയുന്ന സിസ്റ്റർ ടീന ജോസ്, നിയമത്തിനും സാമൂഹ്യ സമത്വത്തിനും ഒക്കെ വേണ്ടി വാദിക്കുന്ന സിസ്റ്റർ ടീന ജോസ്, നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന സിസ്റ്റർ ടീന ജോസ് ഇത്തരം ഒരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നന്ദി, നമസ്കാരം.